വിശുദ്ധ ഖുർആനിൽ 7 തവണ പേര് പരാമർശിക്കപ്പെട്ട നബി, 25 പ്രവാചകന്മാരിലെ 4ാമത്തെ പ്രവാചകൻ, അറേബ്യൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന 4 നബിമാരിലെ ഒരാൾ, വഴിപിഴച്ച ആദ്യ സമൂഹത്തിലേക്ക് നയിക്കപ്പെട്ട പ്രവാചകൻ. അറേബ്യയിലെ പ്രാചീന സമുദായമായ ആദ് സമൂഹത്തിലേക്കായിരുന്നു ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താല നിയോഗിച്ചിരുന്നത്. കണക്കുകൾ പ്രകാരം ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഒമാനിനും യമനിനും ഇടയിലുള്ള ദൊഫാർ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തിനുള്ളിലെ അഹ്കാഫ് എന്ന സ്ഥലത്തായിരുന്നു ആദ് സമൂഹം ജീവിച്ചിരുന്നത്. അന്നത്തെ അഹ്കാഫ് എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലം ഇന്നത്തെ വുബാർ എന്ന് പറയപ്പെടുന്നു. 1992 ചില ഗവേഷണ സംഘം മണ്ണിൽ മറഞ്ഞുപോയ ആ പ്രദേശത്തെ കണ്ടെടുക്കുകയും അങ്ങനെ ആ നാടിനെ ദ ലോസ്റ്റ് സിറ്റി ഓഫ് വുബാർ എന്ന പേര് നൽകപ്പെട്ടു. ഇന്നും അവർ കണ്ടെടുത്ത ആ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കിപ്പോഴും അവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് ആദ് സമുദായത്തിന്റെയും ആ സമുദായത്തിലെ ഒരംഗമായ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം ഉറങ്ങുന്നത്. പ്രവാചകനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ സാമിന്റെ 9 മക്കളിൽ ഒരുവനായ അർഫഹ്ഷദിന്റെ പുത്രൻ ഷേലഹ്. ആ ഷേലഹിന്റെ മകനാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. 4 നബിമാരായിരുന്നു സൗദിയയും യമനും ഒമാനും തമ്മിൽ കൂടിച്ചേരുന്ന അറേബ്യൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം, ഷുഹൈബ് നബി അലൈഹി ഇസ്ലാം എന്നിവരായിരുന്നു ആ 4 പേർ. അറേബ്യൻ പ്രദേശത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ആദ്യമായി അറബി സംസാരിച്ചത് ഹൂദ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയപ്പെടുന്നു. ഈ അറേബ്യൻ പ്രദേശങ്ങളിൽ ധാരാളം സമുദായങ്ങൾ ഉണ്ടായിരുന്നു. ആദ് സമൂഹം, സമൂദ് സമൂഹം, ജർഹം സമൂഹം, തസ്മ സമൂഹം, ജദീസ് സമൂഹം, മദിയൻ സമൂഹം, ബഹ്താൻ തുടങ്ങിയവ. ഇന്നത്തെ സൗദി അറേബ്യയിലെ അഹ്കാഫ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തായിരുന്നു ഈ സമൂഹങ്ങൾ ജീവിച്ചിരുന്നത്. അതിൽ യമനിനും ഒമാനിനും ഇടയിലുള്ള ദൊഫാറിലെ ആ കാലത്തെ അഹ്കാഫ് എന്ന് പറയപ്പെട്ടിരുന്ന ഇന്നത്തെ വുബാറിലായിരുന്നു ആദ് സമൂഹം ജീവിച്ചിരുന്നത്. ആദ് സമൂഹത്തെ 2ആയി കണക്കാക്കപ്പെടുന്നു. 1 പഴയ ആദ് സമൂഹവും 2 പിൽക്കാല ആദ് സമൂഹവും. പഴയ ആദ് സമൂഹത്തിലേക്കാണ് അല്ലാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചത്. പിൽക്കാല ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെയും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ സാമിന്റെ പുത്രൻ അശ്ർ അഥവാ ഔസിന്റെ മകൻ ആദ് വലിയ ഒരു നേതാവും രാജാവുമായിരുന്നു. ആ നേതാവിന്റെ സന്താന പരമ്പരയെ ആദ് സമൂഹം എന്ന പേരിൽ അറിയപ്പെട്ടു. ആദ് സമുദായക്കാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തവന്മാരായിരുന്നു. സാധാരണ മനുഷ്യരെ പോലെയല്ലായിരുന്നു അവർ. വലിയ ശരീരം, പർവ്വതങ്ങൾ പോലെ ഉയരം, 80 അടിയോളം ഉയരമുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അധ്വാനശീലം വളരെ കൂടുതലായിരുന്നു അവർക്ക്. അവരോട് മല്ലിട്ട് ജയിക്കാൻ ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല. ഒട്ടകങ്ങളായിരുന്നു അവരുടെ പ്രധാന സമ്പത്ത്. ഒട്ടകങ്ങളുടെ എണ്ണം നോക്കിയാണ് അവരുടെ സ്ഥാനങ്ങൾ കണക്കാക്കിയിരുന്നത്. ഒട്ടകങ്ങളായിരുന്നു അവരുടെ പ്രധാന വാഹനം. രാത്രികാലങ്ങളായിരുന്നു അവരുടെ സഞ്ചാരം കൂടുതലും. വലിയ ഒട്ടകങ്ങൾക്ക് മാത്രമേ അവരുടെ ഭാരം സഹിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. വേണ്ടി വന്നാൽ ഒരു ഒട്ടകത്തിന്റെ മാംസം അവരിൽ ഒരാൾ ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ആദ് ഗോത്രക്കാരുടെ ആഹാര രീതിയും ജീവിതശൈലികളും. ആദ് ഗോത്രക്കാർ വലിയ പാറകൾ മലമുകളിൽ ചുമന്നുകൊണ്ടുപോയി അവിടെ കെട്ടിടങ്ങളും സ്തൂപങ്ങളും നിർമ്മിക്കുമായിരുന്നു. അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് അവർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും വളരെ അത്ഭുതകരമായിരുന്നു. അവരുടെ ഗോത്രത്തിന്റെ ചിഹ്നമായിട്ടാണ് അവർ സ്ഥാപിച്ചിരുന്ന ആ സ്തൂപങ്ങൾ കണ്ടിരുന്നത്. ആദുകാരുടെ പാർപ്പിടങ്ങൾ നമുക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. ഹദർമൗത്തിന്റെ സമീപത്ത് അവരുടെ പാർപ്പിടങ്ങൾ നമുക്കിപ്പോഴും അവിടെ കാണാൻ സാധിക്കും. വലിയ പാറകൾ ചെത്തിമിനുക്കിയും തുറന്നുമുണ്ടാക്കിയ ധാരാളം ഉള്ളറകളുള്ള വീടുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ ഓരോ വീടുകളും കണ്ടാലറിയാം അവർ എത്രത്തോളം കലാസൃഷ്ടിയുള്ളവരും വ്യത്യസ്തവന്മാരുമായിരുന്നു എന്ന്. ആദ് ഗോത്രക്കാർ വളരെ അഹങ്കാരികളായിരുന്നു. അവരുടെ നേതാവാണെങ്കിൽ അഹങ്കാരത്തിന്റെ പടത്തലവനും. ചന്ദ്രനും സൂര്യനും അടങ്ങുന്ന നക്ഷത്രങ്ങളായിരുന്നു അവർ ദൈവമായി കണ്ടിരുന്നത്. മുൻകാല പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ അവരും ബിംബങ്ങളെയും ആരാധിച്ചിരുന്നു. വഴിപിഴച്ചു പോയ ആ ജനതയെ തൗഹീദിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല അവരിൽ ഒരുവനായ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ അല്ലാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചതിന്റെ ചില ലക്ഷണങ്ങൾ നബിയിൽ വന്നു തുടങ്ങി. ബഹുദൈവ വിശ്വാസികളായിരുന്ന ജനങ്ങളോട് നബിതങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലയോ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ ദൈവം. അവനാണ് ഈ കാണുന്ന ആകാശഭൂമികളെ പടച്ചവൻ. അവനാണ് നമുക്ക് വായുവും വെളിച്ചവും തന്നവൻ. നിങ്ങളെ ശക്തരാക്കിയതും
നിങ്ങൾക്ക് കഴിവുകൾ നൽകിയതും അല്ലാഹുവാകുന്നു. നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാവുക, അവനിൽ വിശ്വസിക്കുക. തങ്ങളുടെ സഹോദരനായ ഹൂദ് നബി ഇസ്ലാമിന്റെ അടുക്കൽ നിന്നും ഇത്തരമൊരു വാക്കുകൾ ആദുകാർ പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. നബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആദുകാർ നബിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിതെന്തു പറ്റി? നമ്മുടെ ഏതെങ്കിലും ദൈവത്തിന്റെ ശാപം നിന്നിലേറ്റുവോ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്കറിയാമല്ലോ നമ്മളാണ് ഏറ്റവും ശക്തരെന്ന്. നമ്മളെക്കാൾ ശക്തനോ ആരാണ് നിന്റെ ഈ സർവശക്തൻ? പക്ഷേ അവരുടെ പരിഹാസ മറുപടിയൊന്നും ഹൂദ് നബി അലി ഇസ്ലാം ചെവികൊണ്ടതേയില്ല. അള്ളാഹു തന്നിലേൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ വേണ്ടി ഹൂദ് നബി അലി ഇസ്ലാം ജനങ്ങളെ വീണ്ടും വീണ്ടും തൗഹീദിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഹൂദ് നബി അലി ഇസ്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്റെ വാക്കുകൾ വിശ്വസിക്കണം. ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ലായിരുന്നല്ലോ. എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിലുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു ചിന്താശേഷി തന്നതല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകും ഏതാണ് സത്യമെന്ന്. പക്ഷെ അവർ ചിന്തിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഹൂദ് നബി അലി ഇസ്ലാമിന്റെ ഓരോ വാക്കുകളും അവർ അഹങ്കാരത്തോടു കൂടി തള്ളിപ്പറയുകയാണ് ചെയ്തത്. അവർ മുറുകെ പിടിച്ചിരുന്ന അവരുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്താനോ അവരുടെ ദൈവങ്ങളെ തള്ളിപ്പറയാനോ അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ ഹൂദ് നബി അലി ഇസ്ലാം തന്നാൽ കഴിയുന്ന വിധം പിന്നെയും പിന്നെയും പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. എന്റെ ജനങ്ങളെ, നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു. ആ പാപങ്ങളൊക്കെ നീക്കേണ്ടിയിരിക്കുന്നു. അവൻ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് നിങ്ങൾ പക്ഷാതപിക്കുക. നിങ്ങൾ ഇങ്ങനെ ധിക്കാരികളാവാൻ പാടില്ല. കണ്ടില്ലേ, ഈ പെയ്യുന്ന മഴ പോലും അവന്റെ അനുഗ്രഹമാണ്. ഈ മഴ കാരണമല്ലേ നമ്മുടെ കൃഷികൾ വർദ്ധിക്കുന്നത്? ആ കൃഷി കാരണമല്ലേ നാം വിശപ്പടക്കുന്നത്? ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ അള്ളാഹുവിനെ തള്ളിപ്പറയുകയാണോ? എന്റെ ജനങ്ങളെ, നിങ്ങൾ ധിക്കാരികളാവുകയാണോ? അരുത്. എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എങ്ങനെ ചെയ്യരുത്? ഹൂദ് നബി അലി ഇസ്ലാം മനസ്സലിയും വിധം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ മുൻകാല പ്രവാചകന്മാരെ പോലെ തന്നെ ഹൂദ് നബി അലി ഇസ്ലാം അള്ളാഹു തന്നിലേൽപ്പിച്ച ദൗത്യം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. നൂഹ് നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വിശ്വാസികളെ മഹാപ്രളയം കൊണ്ട് അള്ളാഹു നശിപ്പിച്ചതിനു ശേഷം വീണ്ടും ബിംബാരാധന കൊണ്ടുവന്ന സമൂഹമായിരുന്നു ആദ സമൂഹം. അഗ്നിയെയായിരുന്നു ആദുകാർ പ്രധാന ദൈവമായി കണ്ടിരുന്നത്. ആദ സമൂഹം വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ വഴിയാത്രക്കാരെ ആക്രമിക്കുകയും അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ചെയ്യുന്ന ഓരോ തെറ്റുകളും അതിർവിടാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിന്റെ ചില ലക്ഷണങ്ങൾ വന്നു തുടങ്ങി. അവർക്കും നമുക്കും അനുഗ്രഹമായിരുന്ന മഴ വർഷിക്കാതെയായി. വരൾച്ചയുടെ ആദ്യ ഘട്ടമായിരുന്നു അത്. ആ നാട്ടിൽ മഴ പെയ്യാതെയായത് അവരുടെ കൃഷികൾ നന്നായി ബാധിച്ചു. അരുവികളും കിണറുകളെല്ലാം വറ്റിത്തുടങ്ങി. ഇതെല്ലാം കണ്ട ജനങ്ങൾ ശരിക്കും പരിഭ്രാന്തരായി. പക്ഷേ ഹൂദ് നബി അലി ഇസ്ലാമിന് അറിയാമായിരുന്നു ഇത് അള്ളാഹുവിൽ നിന്ന് വരാൻ പോകുന്ന ശിക്ഷയുടെ ചില ലക്ഷണങ്ങളായിരുന്നു എന്ന്. ഹൂദ് നബി അലി ഇസ്ലാം അവരിലെ ഒരു സഹോദരനാണല്ലോ. അവരുടെ ഈ വിഷമങ്ങൾ കണ്ടപ്പോൾ ഹൂദ് നബി അലി ഇസ്ലാം അവർക്ക് താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. ശിക്ഷ വരുന്നതിനു മുമ്പ് എല്ലാവരും പക്ഷാതപിച്ചു മടങ്ങുക. എന്നാൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരും. അവൻ അനുഗ്രഹങ്ങൾ ചൊരിയും. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ ലക്ഷണങ്ങൾ വന്നിട്ടും ആദുകാർ ഹൂദ് നബി അലി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു. പണ്ടുകാലങ്ങളിൽ ആദഗോത്രക്കാരുടെ പൂർവികർ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മക്കത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് കഅബ നിൽക്കുന്ന സ്ഥലത്ത് അന്നൊരു കുന്നുണ്ടായിരുന്നു. പൂർവികർ ആ കുന്നിൽ കയറി രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ ആപത്തുകൾ നീങ്ങിപ്പോകുമായിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം മെല്ലെ മെല്ലെ കൂടി വരാൻ തുടങ്ങി. നാട്ടിലെ വരൾച്ച ശക്തമായി ഉയർന്നു. കിണറുകളും കുളങ്ങളും അരുവികളുമെല്ലാം മുഴുവനായി വറ്റിയിരിക്കുന്നു. അവരുടെ കൃഷികളെല്ലാം വെള്ളം കിട്ടാതെ നശിച്ചിരിക്കുന്നു. ആദ് സമൂഹത്തിന്റെ നാടാകെ നാശത്തിൽ. 3 വർഷത്തോളം ആ വരൾച്ച നീണ്ടുനിന്നു എന്ന് കണക്കുകൾ പറയുന്നു. ഒടുവിൽ നാട്ടിലെ പ്രമാണികളും നേതാക്കളുമെല്ലാം ചേർന്ന് ചർച്ച നടത്തി മക്കത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. 17ഓളം വരുന്ന ആളുകളും നേതാക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘം മക്കത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തുമായി മക്കയിലേക്ക് യാത്ര ആരംഭിച്ചു. നാളുകളോളം നീളുന്ന മരുഭൂമിയിലൂടെയുള്ള ഒരു ദീർഘയാത്രയായിരുന്നു അത്. ഒടുവിൽ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ മക്കയിലെത്തി. അന്ന് മക്ക ഭരിച്ചിരുന്നത് അമാലിയത്ത് വർഗത്തിൽപ്പെട്ട മുആവിയ എന്നയാളായിരുന്നു. മുആവിയയും അവരെ പോലെ ആദ് വംശജനായിരുന്നു. ആദ് സമൂഹം മക്കയിലെത്തി മുആവിയുടെ മുന്നിൽ വെച്ച് സങ്കടങ്ങൾ പറയാൻ ആരംഭിച്ചു. അവർ തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവരുടെ ഇടയിൽപ്പെട്ട മർസദ് എന്ന വ്യക്തി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ആദ് സമൂഹമേ, ഇവിടെ വന്ന് സങ്കടം പറഞ്ഞതുകൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു പ്രവാചകനെ തള്ളിപ്പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രവാചകനെ തള്ളിപ്പറഞ്ഞവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല. തിരിച്ചുപോയി പ്രവാചകനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയൂ. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് മഴ ലഭിക്കും, അനുഗ്രഹങ്ങൾ വരും. മുആവിയയുടെ ഈ സംസാരം കേട്ടപ്പോൾ ആദുകാർ രോക്ഷാകുലനായി. അവർ മുആവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഹൂദിനെ സ്വീകരിക്കില്ല, ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല. അവർ ധിക്കാരത്തോടെ കുന്നിൻ മുകളിലേക്ക് കയറി ചെന്നു. 2 കൈകളും ഉയർത്തി നഗ്നപാതരായി അവർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 70ഓളം വരുന്ന ഒരു വലിയ സംഘമായിരുന്നു അന്ന് ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നത്. അവർ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ആകാശത്ത് 3 മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മേഘങ്ങൾ കണ്ട അവരുടെ കണ്ണുകളിൽ ആനന്ദം നിറഞ്ഞു. 3 വ്യത്യസ്ത നിറത്തിലുള്ള 3 മേഘങ്ങളായിരുന്നു അത്. വെളുത്ത മേഘവും, കറുത്ത മേഘവും, ചുവന്ന മേഘവും. അവരുടെ മനസ്സിൽ ആനന്ദവും അതുപോലെ സംശയവുമായിരുന്നു. ഇതെന്താണ്? എന്തിനാണ് 3 മേഘങ്ങൾ? പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു അശരീരി പുറപ്പെട്ടു. ഞാനിതാ നിങ്ങൾക്ക് 3 മേഘങ്ങൾ തന്നിരിക്കുന്നു. അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുക. അവർ പരസ്പരം സംസാരിച്ചതിനു ശേഷം കറുത്ത മേഘത്തെ അവർ തിരഞ്ഞെടുത്തു. കാരണം കറുത്ത മേഘമാണല്ലോ മഴ വർഷിപ്പിക്കുന്നത്. അവരുടെ തീരുമാനത്തിനു ശേഷം ആകാശം കാർമേഘങ്ങളാൽ മൂടപ്പെട്ടു. ആനന്ദം കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ ഒട്ടകപ്പുറത്ത് കയറി തിരിച്ചു നാട്ടിലേക്ക് യാത്രയായി. മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ കാർമേഘങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. ഒട്ടകത്തിന് പുറമെ കുതിരയിൽ വന്നവർ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. കാരണം മഴ വരാൻ പോകുന്ന സന്തോഷ വാർത്ത നാടാകെ അറിയിക്കണമായിരുന്നു. കുതിര സവാരിക്കാർ നാട്ടിലെത്തിയ ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു, ആൾക്കാരെ സന്തോഷിക്കുക, നമ്മുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു. മഴമേഘം ഇതാ എത്തിയിരിക്കുന്നു. എല്ലാവരും കിണറുകളും കുളങ്ങുകളും വൃത്തിയാക്കി വെക്കുക. ശുദ്ധജലം ശേഖരിക്കാനുള്ള പാത്രങ്ങള് തയ്യാറാക്കുക. വിളംബരം കേട്ടപ്പോൾ സന്തോഷ വാർത്ത അറിഞ്ഞ ആദുകാർ വീടുകളിൽ നിന്നിറങ്ങി കൃഷിസ്ഥലങ്ങൾ വൃത്തിയാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. കാർമേഘം ഇതാ അവരുടെ തലയ്ക്കുമീതെ പറന്നു നിൽക്കുകയാണ്. വന്നിരിക്കുന്ന കാർമേഘങ്ങൾ കണ്ട ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇത് അനുഗ്രഹത്തിന്റെ മേഘമല്ല, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ശിക്ഷ വരാൻ പോകുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. ദയവായി എന്റെ വാക്ക് വിശ്വസിക്കൂ. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഈ വാക്കുകൾ കേട്ട് ജനങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹൂദേ, നിന്റെ ഭ്രാന്ത് ഇതുവരെയും തീർന്നില്ലേ? ഇതാ നോക്ക, തലയുയർത്തി നോക്ക്, മഴ വർഷിക്കാൻ പോവുകയാണ്. ഇല്ല ജനങ്ങളെ, ഇത് മഴയുടെ മേഘമല്ല, ഇത് കൊടുങ്കാറ്റിന്റെ മേഘമാണ്. കൊടും ശിക്ഷ വരാൻ പോവുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ഹൂദ് നബി അലൈഹിസ്സലാം എത്ര പറഞ്ഞു നോക്കിയിട്ടും ആദുകാരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ ഹൂദ് നബി അലൈഹിസ്സലാമിന് ഉറപ്പായിരുന്നു ഇത് ശിക്ഷയുടെ മേഘമാണെന്ന്. അതിനുശേഷം ഹൂദ് നബി അലൈഹിസ്സലാം തന്നിൽ വിശ്വസിച്ച കുറച്ച് വിശ്വാസികളെയും കൂട്ടി അഹ്കാഫിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് യാത്രയായി. ഒടുവിലിതാ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യ സമൂഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാറ്റായിരുന്നു അത്. കാറ്റിന്റെ ശക്തി മെല്ലെ മെല്ലെ കൂടി വരാൻ തുടങ്ങിയിരിക്കുന്നു. കാറ്റിന്റെ ശക്തി കാരണം അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിഷമാറുന്നു. കാറ്റ് ചെറു മനുഷ്യന്മാരെ മെല്ലെ വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിലെ ഉയരമുള്ളവർ ഓടി ഒളിക്കാൻ തുടങ്ങി. ചിലർ കന്നുകാലികളെ സുരക്ഷമാക്കാൻ വേണ്ടി വൃക്ഷങ്ങളിൽ കെട്ടി. സ്ത്രീകളെ അവർ ഇരുമ്പ് കൂടാരത്തിൽ ഇരുത്തി എന്നിട്ട് ആ കൂടാരം ഒട്ടകപ്പുറത്ത് വെച്ചു കെട്ടുകയാണ്. കാറ്റിന്റെ ശക്തി പിന്നെയും പിന്നെയും കൂടി വരികയാണ്. കാറ്റിന്റെ ശക്തി കാരണം ചിലർ മനുഷ്യർ പരസ്പരം കൈകോർത്തു നിന്നു. പക്ഷേ യാതൊരു പ്രയോജനമുണ്ടായിരുന്നില്ല. കാറ്റ് അവരെ വീശിയെടുത്ത് പറത്തിക്കൊണ്ടുപോയി. വൻ മരങ്ങളൊക്കെ അടിയോടെ പെയ്തെറിയപ്പെട്ടു. ആളുകളെല്ലാം നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. മലമുകളിൽ അവർ നിർമ്മിച്ചിരുന്ന വമ്പൻ കെട്ടിടങ്ങളെല്ലാം തകർന്നടിയുന്നു. 7 രാത്രിയും 8 പകലുമായിരുന്നു ആ കാറ്റ് വീശിയിരുന്നത്. ആദ്യ സമുദായക്കാരുടെ എല്ലാം നശിച്ചിരിക്കുന്നു. അവരുടെ വീടുകൾ, ബിംബങ്ങൾ, സ്തൂപങ്ങൾ, ആദ്യഗോത്രക്കാരുടെ അഹങ്കാരമെല്ലാം അടിയോടെ പെയ്തെറിയപ്പെട്ടു. മരങ്ങൾ പോലെ അവർ നിലംപതിച്ചു. ഉയരം കൂടിയ മനുഷ്യരിത നിലത്ത് മരിച്ചു കിടക്കുകയാണ്. എത്രയൊക്കെ ശക്തരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിന് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും സാധ്യമല്ല. അവർ നശിച്ചു, കൂടെ ആ നാടും നശിച്ചു. പിൽക്കാല അവിശ്വാസികൾക്കുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു താല അവരുടെ വീടുകളും സ്ഥലങ്ങളും ഈ നൂറ്റാണ്ടിലും ബാക്കിയാക്കി വെച്ചിരിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാം നേരിട്ട ആദ് സമുദായത്തിന്റെയും സാലിഹ് നബി അലൈഹിസ്സലാം നേരിട്ട സമൂദ് ഗോത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ നമുക്കിപ്പോഴും അറേബ്യൻ നാടുകളിൽ കാണാൻ സാധിക്കും.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാറ്റു വീശുന്നത് കാണുമ്പോൾ അസ്വസ്ഥനാകുമായിരുന്നു. പുറത്തു ശക്തമായ കാർമേഘങ്ങൾ കാണുമ്പോൾ ഉള്ളിൽ പരിഭ്രമം നിറയുമായിരുന്നു. മഹാകൊടുങ്കാറ്റിനു ശേഷം ഹൂദ് നബി അലൈഹി ഇസ്ലാമും കൂട്ടരും മറ്റൊരു ഭാഗത്ത് മാറി താമസിക്കുകയാണ് ചെയ്തത്. മക്കയിലെന്നോ ഫലസ്തീനിലെന്നോ ഹലർമോത്തിലെന്നോ റിപ്പോർട്ടുകൾ പറയുന്നു. ഹൂദ് നബി അലൈഹി ഇസ്ലാം 464 വർഷമാണ് ജീവിച്ചിരുന്നത്. ഹൂദ് നബി അലൈഹി ഇസ്ലാം കരീം എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്ബറ.